ലോകത്തെ മുൻനിര സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യ. എന്നാൽ രാജ്യത്തിന്റെ കടബാധ്യത ഓരോ വർഷവും 10% എന്ന തോതിൽ വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തിന്റെ മൊത്തം കടബാധ്യത 2025 മാർച്ചിൽ 185.38 ലക്ഷം കോടി രൂപയിലെത്തിയിരിക്കുകയാണ്. ധനമന്ത്രാലയത്തിന്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ പറയുന്നത്. 2024-25 സാമ്പത്തിക വർഷം വിദേശ കടത്തിൽ 11.56% വർധനവുണ്ടായി ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു എന്നാണ് ഈ മാസം പുറത്തുവന്ന CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതേസമയം നികുതി വരുമാനം വർദ്ധിച്ചിട്ടും കടമെടുപ്പിൽ യാതൊരുവിധ കുറവും വരുത്താത്ത കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പ്രവൃത്തിയാകട്ടെ സംസ്ഥാനങ്ങളോടുള്ള ക്രൂരത കൂടിയാണ്. സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുകയെന്ന ക്രൂരമായ പ്രവൃത്തികളാണ് ഇതിനു പിറകിലായി നടക്കുന്നത്. 2020 ഏപ്രിൽ തൊട്ട് 2025 മാർച്ച് വരെയുള്ള ധനമന്ത്രാലയത്തിന്റെ കണക്ക് പരിശോധിച്ച് CAG റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഈ നഗ്ന സത്യത്തെ കൂടിയാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തിനകത്തുനിന്നും എടുത്ത കടം 99.09 ലക്ഷം കോടിയിൽ നിന്ന് 159.25 ലക്ഷം കോടിയിലെത്തിയപ്പോൾ രാജ്യത്തിന് പുറത്തുള്ള കടബാധ്യത 6.14 ലക്ഷം കോടി രൂപയിൽ നിന്നും 8.74 ലക്ഷം കോടി രൂപയായും വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ. ആഭ്യന്തര വായ്പയിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒടുക്കുന്ന പലിശ 10.10 ലക്ഷം കോടി രൂപയിൽ നിന്ന് 10.67 ലക്ഷം കോടി രൂപയായാണ് ഉയർന്നിരിക്കുന്നത്. വിദേശ വായ്പാ ഇനത്തിലെ പലിശ 29,617 കോടി രൂപയിൽ നിന്ന് 34,162 കോടി രൂപയായും ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ വിദേശത്തു നിന്ന് കടമെടുക്കുന്നത് പ്രധാനമായും 3 സ്ഥാപനങ്ങളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത്. എന്നാൽ ഗൗരവമുള്ള വിഷയം മറ്റൊന്നാണ്. രാജ്യത്തിന്റെ കടബാധ്യതയെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുള്ള ധനസഹായം തെല്ലൊന്നുമല്ല കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടയിലാണ് റിപ്പോർട്ട് എന്നതും ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ നിന്ന് കാമ്പ വഴി യൂസർ ചാർജ് ഇനത്തിൽ വനവൽക്കരണത്തിനായി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള 10,380 കോടി രൂപ നൽകാതെ കേന്ദ്ര സർക്കാരിന്റെ പൊതുഫണ്ടിലേക്ക് വകമാറ്റിയെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളോടുള്ള സമീപനം കൂടിയാണ് റിപ്പോർട്ട് തുറന്നുകാട്ടുന്നത്. കേരളം ഉൾപ്പെടെയുള്ള BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളെ സ്ഥിരമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലാക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ കടുത്ത വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് എന്നതും ശ്രദ്ധേയമാണ്.